റിപ്പോർട്ടർ ടിവി പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് റഹീസ് റഷീദിനെതിരായ വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പരാമർശത്തിനെതിരെ വിമർശനവുമായി ഡിവൈഎഫ്ഐ. വെള്ളാപ്പള്ളിയുടെ പരാമർശം ശ്രീനാരായണ ധർമ്മത്തിന് വിരുദ്ധം. അഭിപ്രായ ഭിന്നതയ്ക്ക് മറുപടി വർഗീയ ചാപ്പകളല്ലെന്നും ഡിവൈഎഫ്ഐ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഇത്തരം പ്രസ്താവനകൾ വെള്ളാപ്പള്ളി തിരുത്തണമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. സായ്കുമാറുണ്ട് വിവരങ്ങൾ നൽകാൻ. സായ്കുമാർ, വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇത് വർഗീയ പരാമർശം നടത്തുന്നത് ആദ്യമല്ല. പക്ഷേ റഹീസിന് നേരെ ഉയർന്ന ഈ ആരോപണം, അത് തീവ്രവാദി എന്നുള്ള വിളി എല്ലാം എങ്ങനെയാണ് സമൂഹം കാണുന്നതെന്ന് നമുക്കറിയാം. അത്രയേറെ വർഗീയമായിട്ടുള്ള ഒരു വാക്കുകളാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്നത്. ഇതിപ്പോൾ ഡിവൈഎഫ്ഐ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, എന്താണ് പറയുന്നത്? ശ്രുതി, ഇന്ന് വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്ത് നിന്ന് അങ്ങേയറ്റം വർഗീയമായ പരാമർശം ഉണ്ടായപ്പോൾ തന്നെ പൊതുസമൂഹം ഒന്നടങ്കം അതിനെ എതിർത്തതാണ്, അതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിയതാണ്. ഇപ്പോൾ ഇടത് യുവജന സംഘടനയായ ഡിവൈഎഫ്ഐയും കടുത്ത ഭാഷയിൽ തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ ഈ വാക്കുകൾക്കെതിരെ പ്രതികരിക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകൻ റഹീസ് റഷീദിനെ തീവ്രവാദിയെന്ന് ആക്ഷേപിച്ചത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്നാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് ശ്രീനാരായണ ധർമ്മത്തിന് വിരുദ്ധമാണ് എന്ന് ഡിവൈഎഫ്ഐ പറയുന്നു. മതജാതി ഭിന്നതകൾ ഉണ്ടാക്കി നാടിനെ കീഴ്പ്പെടുത്താനുള്ള സംഘപരിവാർ ജമാഅത്തെ ഇസ്ലാമി പരിശ്രമങ്ങൾക്കെതിരെ എല്ലാ വിഭാഗം ജനങ്ങളെയും യോജിപ്പിച്ച് ശക്തമായ പോരാട്ടവും ആശയ സമരവും ആവശ്യപ്പെടുന്ന ഒരു സമയമാണിത്. അത്തരം പരിശ്രമങ്ങളെ വിഫലമാക്കുന്ന ഇടപെടലുകൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് ഡിവൈഎഫ്ഐ പറയുന്നു. ഏത് തരം വർഗീയ രാഷ്ട്രീയത്തെയും തുറന്നെതിർക്കേണ്ട കാലത്ത് രാഷ്ട്രീയ ഭിന്നതകൾക്കും അഭിപ്രായ ഭിന്നതകൾക്കുമുള്ള മറുപടി വർഗീയ ചാപ്പകളല്ല എന്ന് സമൂഹം തിരിച്ചറിയേണ്ട കാലം കൂടിയാണ് ഇത് എന്ന് ശക്തമായ ഭാഷയിൽ ഡിവൈഎഫ്ഐ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം പ്രസ്താവനകൾ തിരുത്തണം എന്ന ഒരാവശ്യം കൂടി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരുപാട് നാളുകളായി വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം പ്രസ്താവനകൾ ആവർത്തിക്കുന്നു. അത് അദ്ദേഹം തിരുത്തണം. ഈ മാറിയ കാലത്തിൻ്റെ രാഷ്ട്രീയം വെള്ളാപ്പള്ളി നടേശൻ തിരിച്ചറിയണം. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഈ ഒരു തീവ്രവാദി പരാമർശം അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അത് തിരുത്തണം, അത് പിൻവലിക്കണം എന്നൊരാവശ്യം കൂടിയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്നത്. സായ്കുമാർ, ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഔദ്യോഗിക പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നു. ഡിവൈഎഫ്ഐ മാത്രമല്ല, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരേ സ്വരത്തിൽ വെള്ളാപ്പള്ളിയുടെ ഈ വിദ്വേഷ പരാമർശത്തിനെതിരെ റിപ്പോർട്ടറിന്റെ പ്രതിനിധി റഹീസ് റഷീദിനെതിരെ നടത്തിയിട്ടുള്ള ഈ തീവ്രവാദി പരാമർശത്തിനെതിരെ ഒരേപോലെ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയതല്ലേ ഇന്നത്തെ ഈ ദിവസം മുഴുവൻ നമ്മൾ കണ്ടത്? തീർച്ചയായും ആര്യ, ഇന്ന് രാവിലെ വെള്ളാപ്പള്ളി നടേശൻ കണിച്ചുകുളങ്ങരയിലെ വീട്ടിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് റഹീസ് റഷീദിന്റെ പേരും റഹീസ് മുൻപ് പ്രവർത്തിച്ചിരുന്ന വിദ്യാർത്ഥി സംഘടനയുടെ പേരടക്കം പറഞ്ഞുകൊണ്ട് തീവ്രവാദി എന്ന ഒരു കടുത്ത ഒരു പ്രയോഗം നടത്തിയത്. അതിന് തെളിവെന്താണ് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അവരെയും അങ്ങേയറ്റം ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രതികരണം നടത്തി. ഇതുവരെ എന്താണ് അതിന് തെളിവ് എന്ന കാര്യത്തിൽ വ്യക്തമായിട്ടുള്ളൊരു മറുപടി പറയാൻ വെള്ളാപ്പള്ളി നടേശന് സാധിച്ചില്ല. ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പ്രതികരണത്തെ അങ്ങേയറ്റം പ്രതിഷേധത്തോടു കൂടി തന്നെ പൊതുസമൂഹം തള്ളിക്കളയുന്നത് നമ്മൾ കണ്ടു. സംസാരിച്ച രാഷ്ട്രീയ നേതാക്കളെല്ലാം ആ വാക്കുകൾ ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു എന്ന് പറഞ്ഞു. പ്രതിപക്ഷ നേതാവടക്കം കടുത്ത ഭാഷയിലാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ വാക്കുകളോട് പ്രതികരിക്കുകയും ചെയ്തത്. ഇത് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ തുടരുന്നത് മുഖ്യമന്ത്രിയുടെ പിൻബലത്തോടു കൂടിയാണ് എന്നുള്ള രാഷ്ട്രീയ വിമർശനം കൂടി ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള പിന്തുണ റഹീസ് റഷീദിനും റിപ്പോർട്ടർ ടിവിക്കും ഈ വിഷയത്തിൽ നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനെതിരെ നിശിതമായിട്ടുള്ള വിമർശനവും കണ്ടു. കേരള പത്രപ്രവർത്തക യൂണിയനും തിരുവനന്തപുരം പ്രസ് ക്ലബ് അടക്കം ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള നിലപാടെടുത്തു. വെള്ളാപ്പള്ളി നടേശനെതിരെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും നിയമപരമായിട്ടുള്ള പരാതി തന്നെ DGPയുടെ പക്കലിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നിയമപരമായും രാഷ്ട്രീയമായും ഉള്ള വലിയ പ്രതിഷേധവും വിമർശനവും വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു തിരുത്തലിനോ അതിൽ ഒരു വിശദീകരണത്തിനോ വെള്ളാപ്പള്ളി നടേശൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ തൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്, അത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ എന്ന ഒരു അഹങ്കാരം ധ്വനിപ്പിക്കുന്ന വാക്കുകളാണ് വെള്ളാപ്പള്ളി അവിടെ നടത്തിയത്. അതിൽ തിരുത്താനോ അതിൽ നിന്ന് പിന്നോട്ട് പോകാനോ വെള്ളാപ്പള്ളി നടേശൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഡിവൈഎഫ്ഐ അടക്കം ഇടത് യുവജന സംഘടനയടക്കം അതിൽ ശക്തമായ നിലപാടെടുക്കുന്നു. ഇത് ഈ കാലത്തിന് ചേർന്ന രാഷ്ട്രീയമല്ല. ഏതെങ്കിലും തരത്തിൽ വിമർശനമുണ്ടെങ്കിൽ അവിടെ വർഗീയ ചാപ്പകുത്തലല്ല അതിനുള്ള മറുപടി എന്ന ശക്തമായ ഭാഷയിൽ ഇപ്പോൾ ഡിവൈഎഫ്ഐ കൂടി പറഞ്ഞു വെക്കുകയാണ്. ആര്യ, സായി, ഇന്നലെ ഈ ചോദ്യം ആദ്യം റഹീസ് ഈ ചോദ്യം ചോദിച്ച സമയത്താണ് ഇങ്ങനെ തുടക്കമാകുന്നത്. ഈ വർഗീയ പരാമർശം അടക്കം നടക്കുന്ന സമയത്ത് റഹീസിന്റെ ആ ചോദ്യത്തിൽ നിന്നാണ് വെള്ളാപ്പള്ളിയുടെ അസഹിഷ്ണുത നമ്മൾ കാണുന്നത്. അതിനുശേഷവും ഉണ്ടായിട്ടുള്ള വിമർശനങ്ങൾ, കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ആ വിമർശനത്തിന് ശേഷവും ഇന്ന്
വീണ്ടും റഹീസിനെ നേരിട്ട് ആക്രമിക്കുന്ന രീതിയിൽ ഈ പ്രസ്താവന വരികയും ചെയ്യുന്നു, ഈ വാക്കുകൾ വരികയും ചെയ്യുന്നു. പിന്നീടും അവിടെ ഇരുന്ന മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ വീണ്ടും തട്ടിക്കയറുകയാണ്. അപ്പോൾ ചോദ്യങ്ങളോടുള്ള അസഹിഷ്ണുത അത് കൂടി വരികയാണ്. ഇങ്ങനെയൊക്കെ വിമർശനം സമൂഹത്തിൽ നിന്ന് ഉയർന്നിട്ടും അല്ലേ? തീർച്ചയായും ശ്രുതി, അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം വർക്കലയിൽ നിന്നാണ് 2 ദിവസം മുൻപ് നമ്മുടെ പ്രതിനിധി റഹീസ് റഷീദ് തന്നെ ചോദിച്ച ഒരു ചോദ്യം അദ്ദേഹത്തെ വല്ലാത്ത രീതിയിൽ അസ്വസ്ഥപ്പെടുത്തിയത്. പക്ഷേ ആ ചോദ്യം വളരെ കൃത്യമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്തെ അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ മലപ്പുറത്ത് SNDPക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ അപേക്ഷ കൊടുത്തിരുന്നു. അങ്ങനെയാണെങ്കിൽ അപേക്ഷ നൽകാതിരുന്നത് ആരാണ് എന്ന് ചോദിക്കുന്നത് പിണറായി വിജയൻ ആണ് എന്ന് സർക്കാരല്ലേ എന്നുള്ള ചോദ്യം വരുന്നു. ആ ചോദ്യമാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശനെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചത്. അതിലുള്ള ഒരു പ്രതികരണം കൂടിയാണ് അന്ന് അവിടെ കണ്ടത്. അതിന് വിശദീകരണം എന്ന രീതിയിലാണ് ഇന്നിപ്പോൾ കണിച്ചുകുളങ്ങരയിലെ വീട്ടിൽ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത്. അതിലും ഒരിക്കലും പൊതുസമൂഹം അംഗീകരിക്കാത്ത രീതിയിലുള്ള ഒരു പ്രതികരണം, ഒരു ചാപ്പേടിയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതായത് തനിക്കിഷ്ടപ്പെടാത്ത ഒരു ചോദ്യം, തന്നെ അലോസപ്പെടുത്തുന്ന ഒരു ചോദ്യം മാധ്യമപ്രവർത്തകരിൽ ഉണ്ടാകുമ്പോൾ അവരെ തീവ്രവാദി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന അങ്ങേയറ്റം മോശമായിട്ടുള്ള ഒരു രീതിയാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അതുകൊണ്ടാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അതിൽ വലിയ പ്രതിഷേധവും അമർഷവും എല്ലാവരും രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. ശ്രുതി. ഓക്കെ, സായ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. റിപ്പോർട്ടർ TV പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് റഹീസ് റഷീദിനെതിരായ വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പരാമർശത്തിനെതിരെയാണ് വിമർശനവുമായി ഡിവൈഎഫ്ഐ രംഗത്തെത്തിയിരിക്കുന്നത്.